ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. ഇന്നൊരു യാത്രയാണ് മെയിനായിട്ട് പറയാൻ വെച്ചാൽ ഞങ്ങൾ കോഴിക്കോടേക്ക് ഒരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ ഒരു 7 മണിയാകുമ്പോൾ തന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനും ഇക്കും മോനും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഒറ്റപ്പാലം എത്തിയപ്പോഴാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. ഒരു 9:30 രാവിലത്തെ ലഞ്ച് അവിടെ നിന്നാണ് കഴിച്ച്, മസാല ദോശയായിട്ട് കഴിച്ച്. പിന്നെ ഞങ്ങൾ നേരെ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 മണിക്കൂർ. നമ്മുടെ ഇവിടെ ആലത്തൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 5-5.5 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്ലോക്കൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അത് കാരണം ഏകദേശം ഒരു 12:30 ആയപ്പോൾ അവിടെ എത്തിയിട്ടോ. പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി. സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വന്നതിൻ്റെ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് വന്നതാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2:30 ആയിട്ടോ. ഞങ്ങൾ പോയപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ അത് കാരണം വൈകിട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാമെന്ന് നോക്കി ഗൂഗിൾ മാപ്പ് നോക്കി കണ്ടുപിടിച്ചതോ. അൽ റൈദാൻ പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് കയറി. കുഴപ്പമില്ല, ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 3 മണിയൊക്കെ ആയത് കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മന്തി തന്നെ വാങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ അൽഫാം മന്തിയാണ് കേട്ടോ വാങ്ങിയത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഫുഡല്ല, അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ബില്ല് വന്നപ്പോഴാട്ടോ നിർത്തിയത്. ബില്ല് കുറവായിരുന്നു കേട്ടോ. അത് കാരണം 330 രൂപ ഹാഫ് മന്തിക്ക് വന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 4 മണിയായപ്പോൾ എന്തായാലും ഇവിടം വരെ വന്നതല്ലാണ്ട് കോഴിക്കോട് ബീച്ചിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. SM സ്ട്രീറ്റിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ പല വഴി കൂടി നോക്കി, കടക്കാൻ രക്ഷയുണ്ടായില്ല. അത്രയും തിരക്കായിരുന്നു കേട്ടോ. വണ്ടിയൊന്നും കടക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കുറേ വഴി തെറ്റിയ പോലെ സംഭവം. ശരിക്കും വഴി തെറ്റിയിട്ട് ഞങ്ങൾക്ക്. പിന്നെ എനിക്ക് പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട, നമുക്ക് ബീച്ചിലേക്ക് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്, കുറച്ച് ദൂരം തന്നെ ഉള്ളൂ ബീച്ചിലോട്ടുള്ള വഴി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മിഠായി തെരുവിലേക്ക് എന്തായാലും പോയില്ല. അങ്ങോട്ട് പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ മിഠായി തെരുവ് എന്താണ്. അപ്പോൾ അവിടെ പോകണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ പറ്റിയില്ല, ഇനി എപ്പോഴെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങനെ ബീച്ചിലോട്ടേക്കാട്ടോ പോയത്. അവിടെ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. എല്ലാ ദിവസവും നല്ല തിരക്കുണ്ട്. ഞങ്ങളൊന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ നോക്കിയപ്പോഴാണ് ആ ഭാഗത്തും നിറയെ ആൾക്കാരൊക്കെ ഉള്ളത് കണ്ടപ്പോൾ ഇക്ക പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വണ്ടി മാറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പിന്നെയാണ് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേരിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ അവിടെ ഫുള്ളൊന്ന് കാണുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാനൊക്കെ. ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ ഒന്ന് നിന്ന ടൈമിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിരുന്നു. അപ്പോൾ ഞാൻ കുറേ വീഡിയോസൊക്കെ ഒന്ന് എടുക്കുമായിരുന്നു. പിന്നെ ഈ ഭാഗത്തുള്ള ഒരു കടൽ തീരത്തേക്ക് വന്നാൽ തന്നെ പ്രത്യേകത ഒരു വൈബാണല്ലേ. നമ്മുടെ മനസ്സിക്ക് തന്നെ അതിൽ ആസ്വദിക്കുക തന്നെ വേണം അല്ലേ. പിന്നെ കുഞ്ഞൂസിന് ആകെ സന്തോഷം, കാരണം നടക്കാനും കളിക്കാനും ഓടാനൊക്കെ പറ്റി നിറയെ സ്ഥലമാണല്ലോ. അപ്പോൾ ആൾ ഫുൾ ഡേ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്, ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബിൽഡിങ് പോലെ പുരാതന കാലത്ത് പണിത ഒരു കെട്ടിടമാണ് കേട്ടോ. അവിടെ അതിൽ കുറേ ലിപികളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ജസ്റ്റൊക്കെ ഒന്ന് നോക്കുമായിരുന്നു കേട്ടോ. ഇവിടെ പണ്ട് കാലത്ത് സാമൂതിരി അവരുടെ ഒരു കാലഘട്ടത്തിൽ ഇവരുണ്ടാക്കിയ ഒരു കെട്ടിടമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ അവർ ലിപിയിൽ എഴുതി വെച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു വിട്ടു. അപ്പോൾ ഈ ഒരു ഭാഗം പറയുമ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ ഇവിടെ നിന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഒരു ആസ്വദിക്കാൻ പറ്റിയൊരു പ്ലേസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ടായാലും നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് ബീച്ച്.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കാട്ടോ പോയത്. അവിടെയാണ് ഐ ലവ് കോഴിക്കോട്, നമ്മുടെ കോഴിക്കോട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗമുള്ളത്. അപ്പോൾ അപ്പുറത്തേക്ക് പോകാൻ വിചാരിച്ചു. ഞങ്ങൾ കാർ പാർക്ക് ചെയ്യുന്നത് ഈ ഭാഗത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടോ. അവിടെ പോയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നല്ല ഇരിക്കാനൊക്കെ നല്ല പ്ലേസൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ആൾക്കാർക്ക് ഇവിടത്തേനെക്കാട്ടി കൂടുതൽ ആൾക്കാർ ആ ഭാഗത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നിറയെ ഫ്ലാറ്റുകളും അല്ലാണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക. പിന്നെ ഇവിടെ ആയിരുന്നു നമ്മുടെ കോഴിക്കോട്, അതുപോലെ ഐ ലവ് കോഴിക്കോട് എന്നൊക്കെ എഴുതിയ ആ ഒരു ഇതുണ്ടല്ലോ സീന്, ആ ഒരു സ്റ്റാൻഡ് പിക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ളൊരു ഇതിലായിരുന്നു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരുപാട് ബിംബങ്ങൾ കണ്ടു കേട്ടോ. അതൊരു പണ്ട് കാലത്ത് ആൾക്കാർ ഉണ്ടാക്കിയതായിരിക്കാം, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കല്ലിൽ തന്നെ ഒരുപാട് ബിംബങ്ങളാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. സ്ത്രീകളുടെ ആണെങ്കിലും അതുപോലെ രാജാക്കന്മാരുടെയും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോരോ ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു വെയിലൊക്കെ ആറിയിട്ട് ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കടലിലോട്ട് ഇറങ്ങിയത്. അപ്പോൾ ഒക്കെ പറഞ്ഞു ഇപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങാനായിട്ട് ഉള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഈ ഒരു വഴിയിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. പിന്നെ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. ഐസ്ക്രീമൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഉപ്പിലിട്ട ആ ഒരു ഐറ്റംസിൻ്റെ അടുത്തേക്കാണ് പോയത്. പിന്നെ പൈനാപ്പിളാണ് കേട്ടോ വാങ്ങിയത്, വേറൊന്നും വാങ്ങിയില്ല. പിന്നെ എനിക്കത്ര ഒരു ഇത് തോന്നിയില്ല, വേണ്ട. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരമല്ലേ ആയുള്ളൂ, അത് കാരണം പൈനാപ്പിൾ മാത്രമേ വാങ്ങിയുള്ളൂ. അപ്പോൾ അത് മാത്രം വാങ്ങി കഴിച്ചു കേട്ടോ. കുഞ്ഞൂസൊന്നും വാങ്ങിയില്ല. ഞാനും ഇരിക്കും പൈനാപ്പിളിൻ്റെ ഓരോ ഉപ്പിലിട്ടത് വാങ്ങി കഴിച്ചു. എന്നിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ബീച്ചിലോട്ട് ഇറങ്ങാമെന്നുള്ളൊരു ഇതായിരുന്നു. എന്തായാലും ഏകദേശം ഒരു 6:45-7 മണീൻ്റെ ഉള്ളിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാലേ വീട്ടിലെത്തുമ്പോഴും ഒരു 11 മണിയാകുമ്പോഴേക്കും വീടെത്താൻ പറ്റുള്ളൂ എന്നൊരിതിൽ ഞങ്ങൾ അവിടെ നിന്നൊരു 6:45 ആയപ്പോഴേക്കും ഇറങ്ങി കേട്ടോ. പിന്നെ കുറേ നേരം കുഞ്ഞൂസാണെങ്കിലും കുറേ നേരം കളിച്ചു കേട്ടോ. അവനക്ക് നല്ല ഇഷ്ടമായി, സന്തോഷമായിട്ടോ. അവനെ വരുന്നില്ല ഇനിയും കളിക്കണം എന്നായിരുന്നു. ആൾ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിൽ നമുക്ക് കിട്ടുള്ളൂ അല്ലേ, എപ്പോഴെങ്കിലും അല്ലേ ഇങ്ങനത്തേക്ക് കിട്ടുള്ളൂ അവസരങ്ങൾ. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിക്ക് വന്ന കാരണം ഇങ്ങനെ ബീച്ചിലോട്ട് വരാൻ പറ്റി. പിന്നെ അത്യാവശ്യം നല്ല ദൂരമുള്ളൊരു സ്ഥലമല്ലേ, നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരു 6 മണിക്കൂറിൻ്റെ അത്ര ദൂരമുണ്ട് ഇവിടേക്ക്. അപ്പോൾ തിരിച്ച് നമ്മൾ വീടെത്തുമ്പോഴേക്കും ഓരോ ടൈമിങ്ങിന് വേണ്ടേ ഇറങ്ങാൻ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു 6 മണി 6:45 ആയപ്പോഴേക്കും 6:45 തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു കേട്ടോ. നല്ല ഹാപ്പി മൂഡായിരുന്നു. പിന്നെ സൂര്യൻ അസ്തമിക്കണതിൻ്റെ ഒരു വ്യൂ ആ ടൈമിൽ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ അതെടുത്തു കേട്ടോ. ഞാൻ സൂം ചെയ്ത് എടുത്തപ്പോഴാണ് അവിടെ നിന്ന് കപ്പൽ കണ്ടു കേട്ടോ. ഫോണിൽ അത്രയും നല്ല ദൂരത്തിൽ ഞാൻ സൂം ചെയ്തപ്പോൾ എടുത്തപ്പോഴേക്ക് കാണാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ കപ്പലുകളിൽ നിന്ന് മീൻ പിടുത്തക്കാർ വരുന്നൊരു സീൻ ഞാൻ അത് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും എല്ലാം അടിച്ച് പൊളിച്ചിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 6:45 ഇറങ്ങി കേട്ടോ. പിന്നെ വീട് എത്തുമ്പോൾ ഏകദേശം ഒരു 11 മണിയായിട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ രാത്രിക്കുള്ള ഫുഡ് ഞങ്ങൾ ഒറ്റപ്പാലത്തിനാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.